സെൻട്രോയിഡിന്റെ സെൻട്രോഗ്രാഫിയുടെ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്താണ്. ഇനി നമ്മളതിന്റെ കയ്യിലുള്ളത് കോംപ്ലക്സ് ഷേപ്പ് ആണ്. കോംപ്ലക്സ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒന്നോ അതിൽ കൂടുതലോ ഷേപ്പുകൾ ഉണ്ട്. ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, അങ്ങനത്തെ കുറെ ഷേപ്പുകൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ we have to find the centroid of the given section. നമുക്ക് given area centroid നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. So for that we will be using a formula. യൂസ് ചെയ്യുന്ന ഫോർമുല എന്താ വെച്ചാൽ സിഗ്മ ഓഫ് a1 y1 ai yy. So y ബാറിന്റെ ഇക്വേഷൻ ആണെങ്കിൽ we will be writing sigma ai yi. sigma ai yi divided by a. അതായത് നമ്മൾ തന്നിരിക്കുന്ന സെക്ഷനെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സെക്ഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. നമുക്ക് തന്നിരിക്കുന്ന സെക്ഷനെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സെക്ഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ആൻഡ് വിൽ ബി ഫൈൻഡിങ് ഔട്ട് ദ ഏരിയ ആൻഡ് y bar ഫോർ ഇൻഡിവിജ്വൽ സെക്ഷൻ. വിൽ ബി ഫൈൻഡിങ് ഔട്ട് ദ ഏരിയ ആൻഡ് y bar ഫോർ ഇൻഡിവിജ്വൽ സെക്ഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു ഫിഗർ വരയ്ക്കാം. ഓക്കെ, 1 minute. ഇതാണ് നമ്മുടെ ഫിഗർ. ദിസ് ഈസ് അവർ ഫിഗർ. ഇതിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് ഉണ്ട്. So we have to find out the centroid of this section with respect to some axis. അപ്പോൾ അവർ തരുന്ന ആക്സിസിനനുസരിച്ച് നമ്മൾ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ ആക്സിസ് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ആക്സിസ് വരയ്ക്കും. ചിലപ്പോൾ അവർ ആക്സിസ് ഇവിടെ വരയ്ക്കാം, എന്നിട്ട് ഒബ്ജക്റ്റ് താഴെ വയ്ക്കാം, അല്ലെങ്കിൽ ആക്സിസ് ഇങ്ങനെ വരയ്ക്കാം, എങ്ങനെ വേണേൽ വരയ്ക്കാം. അവർ തന്നിരിക്കുന്ന ആക്സിസ് വെച്ചിട്ട് വി ഹാവ് ടു ഫൈൻഡ് ദ സെൻട്രോയിഡ് ഓഫ് ദ ഗിവൺ സെക്ഷൻ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫെമിലിയർ ഈ സെക്ഷൻ ഒരു റെഗുലർ ഷേപ്പാണ്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഷേപ്പ് ഒന്നല്ല. ഇതിന് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് സെൻട്രോയിഡിന്റെ ഇക്വേഷൻസ് നമ്മളിന് അവൈലബിൾ അല്ല. സോ യു വിൽ ബി ഡിവൈഡിങ്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള 3 സെക്ഷൻസ് ആയിട്ട് ഇത് തന്നിരിക്കുന്നതിനെ ഡിവൈഡ് ചെയ്യും. സോ ദിസ് ഈസ് നമ്പർ 1. ഇറ്റ് ഈസ് എ ട്രയാങ്കുലർ സെക്ഷൻ. ട്രയാങ്കിളിന് നമുക്ക് വാല്യൂസ് അറിയാം. ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ പോലത്തെ ട്രയാങ്കിൾ. അതിനെ ഈക്വലായിട്ട് വെർട്ടിക്കലായിട്ട് ഡിവൈഡ് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് അതൊക്കെ നോക്കി നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു. സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ആണ്. തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു സെമി സർക്കുലർ സെക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ 3 സെപ്പറേറ്റ് ആയിട്ട് A1 A2 A3 3 ഏരിയാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. 3 സെക്ഷനും സെപ്പറേറ്റ് ആയിട്ട് ഏരിയാസ് കാൽക്കുലേറ്റ് ചെയ്യും. 3 സെക്ഷനും സെപ്പറേറ്റ് ആയിട്ട് y ബാറിന്റെ x ബാറിന്റെ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. So that we will be writing as y1, y2, y3 and x1, x2, x3. And we will be adding these. That is numerator a1, y1. That is a1, y1 plus a2, y2 plus a3, y3 divided by total area. a1 plus a2 plus a3 will give us the y bar of this complex section. ഈ കോംപ്ലക്സ് സെക്ഷന്റെ y ബാർ നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നിരിക്കുന്ന ഒരു കോംപ്ലക്സ് സെക്ഷൻ ആണെങ്കിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സെക്ഷൻസ് ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യും. ആൻഡ് വിൽ ബി ഫൈൻഡിങ് ഔട്ട് ദ ഇൻഡിവിജ്വൽ y ബാർ ഫോർ ദ ഗിവൺ ഫെമിലിയർ സെക്ഷൻ. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സെക്ഷന്റെ ഇൻഡിവിജ്വൽ y ബാറിന്റെ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ആൻഡ് യൂസിങ് ദാറ്റ് വി വിൽ ബി റൈറ്റിംഗ് ആൻ ഇക്വേഷൻ സിഗ്മ ai yi divided by a will gives the y bar. ഈ AAYക്ക് പറയുന്ന പേരാണ് മൊമെന്റ് ഓഫ് ഏരിയ. അങ്ങനെ പറയുന്നത് മൊമെന്റ് ഓഫ് ഏരിയ AAY എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ്. കാരണം y ബാർ നമ്മൾ എവിടെ നിന്ന് മാർക്ക് ചെയ്യുന്നത്? y ബാർ നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സ് ആക്സിസ് ആണ് y ബാറുകൾ മാർക്ക് ചെയ്യാറ്. എക്സ് ബാർ എവിടെ നിന്ന് മാർക്ക് ചെയ്യാറ്? എക്സ് ബാർ വിൽ ബി മാർക്കിംഗ് വിത്ത് റെസ്പെക്ട് ഫ്രം ദ y ആക്സിസ്. y ആക്സിസ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ എക്സ് ബാർ ആയിട്ട് മാർക്ക് ചെയ്യുക. അതേപോലെ എക്സ് ആക്സിസ് ഡിസ്റ്റൻസ് ഇവിടെ നോക്കാം. y ആക്സിസ് ഡിസ്റ്റൻസ് ആണ് എക്സ് ബാർ ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. എക്സ് ആക്സിസ് ഡിസ്റ്റൻസ് ആണ് y ബാർ ആയി മാർക്ക് ചെയ്യുന്നത്. So AIY is the area moment with respect to x-axis. AXI is the area moment with respect to y-axis. Okay, just അതിന്റെ പേരൊന്നും പഠിക്കാം. നമുക്ക് ഒരു കാര്യമായിട്ട് യൂസ് ഒന്നും വരില്ല. ബട്ട് വൈവേക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു കോംപ്ലക്സ് ഷേപ്പ് എന്നാൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഷേപ്പുകളായിട്ട് നമ്മൾ ആക്കും. എന്നിട്ട് അതിന് നമ്മൾ സെൻട്രോയിഡ് ആക്കിയിട്ട് അവർ തന്നിരിക്കുന്ന ആക്സിസിന് വിത്ത് റെസ്പെക്ട്. ഓക്കെ, നമുക്കൊരു ഐഡിയ കിട്ടിയല്ലോ എങ്ങനെയാണ് നമ്മൾ എക്സ് ബാർ വൈ ബാറിന്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്സ് ബാർ വൈ ബാർ ഇസ് ഈക്വൽ ടു
sigma ai yi divided by a will gives the y bar, sigma aa xi divided by a will gives the value of x bar. Okay, നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. Here is our first question. ഇതിന്റെ നമുക്ക് ഓൾറെഡി എല്ലാം മറന്നിട്ടൊന്നുമില്ലല്ലോ. ട്രയാങ്കിൾ ആണെങ്കിൽ x/3 ആണ് ഫ്രം 90 ഡിഗ്രി സൈഡ്. ഓക്കെ, സെമി സർക്കിൾ ആണെങ്കിൽ ഫ്ലാറ്റ് സൈഡിൽ നിന്ന് 4r/3 ആണ്. ഓക്കെ, ക്വാർട്ടർ സർക്കിൾ ആണെങ്കിൽ അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് രണ്ടും നമുക്ക് അത്ര വലിയ ആവശ്യം വരില്ല. വളരെ റയർ ആയിട്ട് ആവശ്യം വരുള്ളൂ. ഇതെല്ലാം പഠിച്ച് നമ്മൾ ഫെമിലിയർ അതിന് ശേഷം മാത്രം സമയം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സെക്ടർ സർക്കിളൊക്കെ പഠിക്കാം. ഓക്കെ, സമയം ഉണ്ടെങ്കിൽ മാത്രം. ഇത് മാത്രമാണ് ഏതൊരു എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇതങ്ങനെ ചോദിച്ചിട്ടേ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം ഈ മൂന്നെണ്ണം നമ്മൾ ഫെമിലിയർ ആക്കുക. അതിന്റെ എല്ലാ എക്സാമ്പിളും ചെയ്തതിന് ശേഷം നമുക്ക് സമയം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർ രണ്ടും കൂടി പഠിക്കാം. ഓക്കെ, സോ ഹിയർ ഈസ് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് ഒരു ടി ഷേപ്പിലുള്ള സെക്ഷനാണ്. അവരുടെ റെഫറൻസ് ആക്സിസുകളും വരച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും. എക്സ് ആക്സിസ് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. വൈ ആക്സിസ് മാർക്ക് ചെയ്യുന്നത്, ഇവിടെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ടി സെക്ഷന്റെ ഡയറക്റ്റ് എക്സ് ബാറിന്റെ വൈ ബാറിന്റെ ഫോർമുല നമ്മളതിൽ അവൈലബിൾ അല്ല. സോ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ വിൽ ബി ഡിവൈഡിങ് ദിസ് ടി സെക്ഷൻ ഇൻടു നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് സെക്ഷൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് സെക്ഷൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ വിൽ ബി ഇവിടെ ഒരു കട്ടിങ് കൊടുത്തു, ചെറിയൊരു കട്ടിങ് കൊടുത്തു. And I will be marking this section as number 1 and I will be marking this section as number 2. Number 1 ഉം number 2 ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, നമ്പർ 1ന്റെ സെന്റർ എവിടെ ആയിരിക്കും? ഏകദേശം ഈ ഭാഗത്തായിരിക്കും. കാരണം റെക്ടാങ്കിൾ ആയതുകൊണ്ട് റെക്ടാങ്കിളിന്റെ സെന്ററിന്റെ ഫോർമുല നമുക്ക് അറിയാം. റെക്ടാങ്കിൾ സെന്ററിന്റെ ഫോർമുല അറിയാം. ഇനി നമുക്ക് ഒരു ചാർട്ട് പോലെ വരയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് ചാർട്ടിൽ ഫസ്റ്റ് കോളം നമുക്ക് സീരിയൽ നമ്പർ എന്ന് എഴുതാം. സെക്കൻഡ് കോളത്തിൽ നമുക്ക് ഏരിയ എന്ന് എഴുതാം. തേർഡ് കോളത്തിൽ എക്സ് ബാർ എന്ന് എഴുതാം. ഫോർത്ത് കോളത്തിൽ വൈ ബാർ എന്ന് എഴുതാം. ഓക്കെ, നമ്പർ 1 ഫസ്റ്റ് സെക്ഷന്റെ ഏരിയ എത്രയായിരിക്കും? ഫസ്റ്റ് സെക്ഷന്റെ ഏരിയ എത്രയായിരിക്കും? ഫസ്റ്റ് സെക്ഷൻ ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ആണ്. നമുക്ക് നമ്പർ 1 കൊണ്ടതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഏരിയ എത്രയായിരിക്കും? നമുക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. അതിന്റെ ഏരിയ എത്രയാണ്? നമുക്ക് ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്ത് നോക്കാം. ആരൊക്കെ എത്ര സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് സെക്ഷന്റെ okay, 200 is the area for the first section. Okay, very good. What about the x bar for the first section? X bar for the first section, that is first section de center like from the y axis at the distance ഉണ്ട്. What is the value of x bar for the first section? What is the value of x bar for the first section? First section center like from the y axis at the distance ഉണ്ട്. ഒരാൾ 0 എന്ന് പറഞ്ഞു, രണ്ടാൾ 0 എന്ന് പറഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും 50 അല്ലെങ്കിൽ 10 എന്തെങ്കിലുമൊക്കെ ചേഞ്ചിങ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ പറയാം. 4 ആൾക്കാർ 0 എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആൻസർ ചെയ്യണം കേട്ടോ. നമുക്ക് അറിയാവുന്ന ആൻസറുകളെല്ലാം പറയണം. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആൻസർ ഇല്ലാത്തവരുണ്ടായിരിക്കില്ല. നമുക്ക് തെറ്റിയോണ്ട് യാതൊരു പ്രശ്നമില്ല. നമ്മൾ തെറ്റിൽ നിന്ന് ഒരിക്കൽ തെറ്റിയ പിന്നെ ഒരിക്കലും പിന്നെ തെറ്റിക്കില്ല എന്ന് പറയില്ലേ. ഒരിക്കൽ തെറ്റിയ പിന്നെ ആ തെറ്റ് നമുക്ക് ഓർമ്മയിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആകെ y0 എന്തുകൊണ്ടാണ് 0 എന്നൊക്കെ അവർ പറഞ്ഞത്. ഫസ്റ്റ് സെക്ഷൻ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞത്. ഫസ്റ്റ് സെക്ഷന്റെ സെന്റർ ഇതൊരു റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കിളിന്റെ സെന്റർ എല്ലാവർക്കും മാർക്ക് ചെയ്യാൻ അറിയാലോ. റെക്ടാങ്കിൾ സെന്റർ എവിടെ ആയിരിക്കും? 20യുടെ മിഡ് പോയിന്റ്, 20യുടെ മിഡിലൂടെ ആയിരിക്കും. അതേപോലെ തന്നെ 100ന്റെ മിഡിലൂടെ ആയിരിക്കും. അപ്പൊ ഇതായിരിക്കും റെക്ടാങ്കിളിന്റെ സെന്റർ. എവിടെയാണ് നമ്മുടെ y ആക്സിസ് എടുക്കുന്നത്? y ആക്സിസ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് അവർ y ആക്സിസ് എന്ന് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. So rectangle സെന്ററും y ആക്സിസും സെയിം ലൈനിലാണ്. There is no specific distance between the center of the section 1 and the y axis. y ആക്സിസും ഫസ്റ്റ് സെക്ഷന്റെ സെന്ററും തമ്മിൽ ഡിസ്റ്റൻസ് 0 ആണ്. അതുകൊണ്ടാണ് x ബാറിന്റെ വാല്യൂ 0 വന്നത്. വിഷ്ണു ഓക്കെ ആണോ? കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിച്ചാൽ തന്നെ കുറെ ആൾക്കാർക്ക് ഇതുപോലെ ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ ചോദിച്ച സാർ എന്താ വിചാരിക്കാന്ന് വിചാരിച്ചിട്ട് ചോദിക്കാത്തതാണ്. ധൈര്യമായിട്ട് ചോദിക്കാം. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് ദ വാല്യൂ ഓഫ് y bar? വാട്ട് അബൌട്ട് ദ വാല്യൂ ഓഫ് y bar? y ബാറിന്റെ വാല്യൂ എത്രയായിരിക്കും? ഏരിയ 100 × 20 സോറി 2000 ആണ്. കറക്റ്റ് ആണ്. ഏരിയ 100 × 20 ആണ്. 2000 ആണ്. തെറ്റിപ്പോയതാണ് പെട്ടെന്ന്. 100 × 20 100 × 20 200 അല്ല 2000 ആണ്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു.
Y bar എന്ന് പറയുന്നത് to the center of the first section from the x-axis. അത് x-axis എവിടെയാന്ന് നോക്കുക. x-axis we have marked x-axis on the top of the section. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ്, നമ്മൾ മാർക്ക് ചെയ്തൊന്നുമല്ല, ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ്. x-axis is marked on the top of the section. From the top, what is the distance to the center? നമ്മൾ ഓൾറെഡി ഒരു സെന്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കണം. വാട്ട് ഇസ് ദിസ്? ദിസ് ഈസ് 10. ഓക്കെ, അതിൽ ഡൗട്ട് ഒന്നുമില്ല, എല്ലാവരും നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്താണ്. y ബാറിന്റെ വാല്യൂ 10 ആണ്. ഓക്കെ, now we will consider the second section. So we will be marking the serial number as 2. Area, what is the value of area? Area എത്ര ആയിരിക്കും? സെയിം തന്നെയാണ്, 100 into 20 ആണ്. So again I will be marking 2000. x ബാറിന്റെ വാല്യൂ എത്രയായിരിക്കും? x ബാറിന്റെ വാല്യൂ എത്രയായിരിക്കും? What is the value of x bar for the second section? What is the value of x bar for the second section? That is second section the central നിന്ന് to the y axis. What is the distance from the second section the central നിന്ന് to the y axis? എത്രയായിരിക്കും ഡിസ്റ്റൻസ്? So second section നോക്കുക. This is second section. അതിന്റെ സെന്റർ എവിടെയാ? 100ന്റെ പകുതിയിൽ, അതേപോലെ തന്നെ 20യുടെ പകുതിയിൽ. So this is the common point. This is will be our centroid. What is the distance from the center to the y axis? Y axis central distance unda illa. The center is lying on the y axis, so we can mark the value of x bar as 0. Then what is the value of y bar? Okay, എല്ലാവരും 0 എന്ന് മാർക്ക് ചെയ്യുന്നു. Very good. Okay, what is the value of y bar? Y bar എന്ന് പറയുന്നത് to this point, ഈ പോയിന്റിലേക്ക് from the x-axis എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ഈ ഡിസ്റ്റൻസ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഡിസ്റ്റൻസുകളൊക്കെ നോക്കാം. ഇത് എവിടെയാണ് കിടക്കുന്നത്? ടോട്ടൽ 100ന്റെ പകുതിയിലാണ്. സോ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി 50 എന്ന് നമുക്ക് അറിയാം. ഇത് 50 എന്നറിയാം. അപ് ടു ദിസ്, ഈ ഫസ്റ്റ് സെക്കൻഡ് സെക്ഷന്റെ എൻഡ് വരെ 650 ആണ്. ബാക്കി ഒരു 20 കൂടി ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ടോട്ടൽ y ബാറിന്റെ വാല്യൂ കിട്ടുള്ളൂ. സോ y bar will be equal to 50 plus 20 is equal to 70. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ടേബിള് കംപ്ലീറ്റ് ആയി. നമ്മുടെ ടേബിൾ വരച്ച് ചെയ്യണം, കാരണം രണ്ടെണ്ണമല്ലോ, കുറച്ച് ചെയ്ത് വരുമ്പോൾ 3-4 സെക്ഷൻസ് ഒക്കെ വരും. അപ്പോൾ ടേബിൾ വരച്ച് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ബാറിന്റെ വാല്യൂ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എക്സ് ബാറിന്റെ വാല്യൂ കാൽക്കുലേറ്റ്, കാരണം x1ന്റെയും രണ്ട് എക്സ് ബാറിന്റെ വാല്യൂ 0 കിട്ടും. നമുക്ക് എക്സ് ബാറിന് കാര്യമായിട്ട് വാല്യൂസ് ഒന്നും വരില്ല. എക്സ് ബാറിന്റെ വാല്യൂ 0 തന്നെയായിരിക്കും. വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. total x bar is equal to a1 x1 plus a2 x2 divided by a1 plus a2. ഇതിൽ x1 ഉം x2 ഉം 0 ആണ്. അപ്പോൾ x ബാറിന്റെ വാല്യൂ 0 ആണ്. y ബാറിന്റെ വാല്യൂ എങ്ങനെ കിട്ടും? y bar is equal to a1 y1 plus a2 y2 divided by a1 plus a2. Okay. അപ്പോൾ a1ന്റെ വാല്യൂ നമുക്കറിയാം 2000, a2ന്റെ വാല്യൂ 2000, y1ന്റെ വാല്യൂ 10, y2ന്റെ വാല്യൂ 70. സോ 2000 into 10 plus 2000 into 70 divided by 2000 plus 2000. Okay. So this is our value. Our value of y bar will be 40 mm. ഓക്കെ, ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ സെൻട്രോയിഡ് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സെക്ഷൻ സെൻട്രോയിഡ് ചോദിക്കാൻ ഒന്ന് എക്സാമിന് അങ്ങനെ ചിലപ്പോൾ ചോദിക്കാൻ 2 മാർക്സ് 3 മാർക്സിനൊക്കെ ചോദിക്കുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ സെക്ഷനിൽ ഡിവൈഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ എക്സ് ബാർ ഇൻഡിവിജ്വൽ വൈ ബാർ എടുക്കുന്നത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാവർക്കും 40 എന്നുള്ള ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഐ ഗോ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിയർ ഈസ് our next question. അപ്പോൾ അഗൈൻ ഇത് എന്ത് ടൈപ്പ് സെക്ഷൻ ആണ്? ഇതൊരു എൽ ടൈപ്പ് സെക്ഷൻ ആണ്. അപ്പൊ ഇതിൽ എവിടെയാണ് ആക്സസ് കൊടുത്തേക്കണം ആദ്യം നോക്കാം. ആദ്യത്തെ ആക്സസ് അതിനൊക്കെ ദിസ് ഈസ് അവർ എക്സ് ബാറോട് എക്സ് ആക്സിസ് കൊടുത്തിട്ടുണ്ട്, അതിന് വൈ ആക്സിസ് എവിടെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ സെക്ഷൻ നമ്മൾ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഈക്വൽ പാർട്സ് ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വൽ പാർട്സ് അല്ല, രണ്ട് നമുക്കറിയാവുന്ന എൽ ഷേപ്പിന്റെ കറക്റ്റ് എക്സ് ബാറിന്റെയും വൈ ബാറിന്റെയും വാല്യൂ നമുക്ക് അവൈലബിൾ അല്ല. സോ വിൽ ബി ഡിവൈഡിങ് ദിസ് എൽ സെക്ഷൻ ഇൻടു നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് റെക്ടാങ്കുലർ സെക്ഷൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ രണ്ട് റെക്ടാങ്കിൾ കിട്ടും.
അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെയും ഡിവൈഡ് ചെയ്യാം. ഏത് ഓപ്ഷൻ വേണമെങ്കിൽ എടുക്കാം. നിങ്ങളുടെ ഓരോരുത്തർക്ക് എടുക്കുമ്പോൾ ഡയമെൻഷൻസ് ഒന്ന് മാറുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഓരോ സെക്ഷൻ നമുക്ക് പേരെടുക്കാം. ദിസ് സെക്ഷൻ ഈസ് നെയിംഡ് ആസ് 2, ദിസ് സെക്ഷൻ ഈസ് നെയിംഡ് ആസ് നമ്പർ 1. നമ്പർ 1, നമ്പർ 2 എന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ അതുപോലെ തന്നെ സീരിയൽ നമ്പർ എഴുതി, സീരിയൽ നമ്പർ, ഏരിയ, അതേപോലെ തന്നെ എക്സ് ബാർ, വൈ ബാർ രണ്ട് വാല്യൂസ് മാർക്ക് ചെയ്തു. ഓക്കെ, നമുക്ക് ഓരോരോ സെക്ഷൻസ് ആയിട്ട് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് സെക്ഷൻ മാർക്ക് ചെയ്തു. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഫസ്റ്റ് സെക്ഷൻ? സിമ്പിൾ അല്ലേ? ഫസ്റ്റ് സെക്ഷൻ ഏരിയ എത്രയായിരിക്കും? ഫസ്റ്റ് സെക്ഷൻ ഏരിയ 150 into 12 ആണ്. 150 into 12 ആണ് 1800. 150 into 12 equal to 1800. Okay, സിമ്പിൾ ആണ്, എല്ലാവരും നല്ല. ഓക്കെ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സെക്കൻഡ് സെക്ഷൻ? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സെക്കൻഡ് സെക്ഷൻ? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സെക്കൻഡ് സെക്ഷൻ? What is the area of the second section? ഒരാൾ ചാടി കയറി 2400 എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾ ആക്ച്വൽ ടോട്ടൽ ഡിസ്റ്റൻസ് they have given as 200 mm, ബട്ട് അതിൽ നമ്മൾ ചെറിയൊരു പോർഷൻ റിമൂവ് ചെയ്തു. ഇത്ര ഇതിന്റെ ഹൈറ്റ് ഉള്ളത്. ഇറ്റ് ഈസ് നോട്ട് 200 ഇല്ല, അത് ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 12 mm. 12 mm നമുക്ക് ഇന്ന് റെഡ്യൂസ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി reduced to 200 minus 12, it will be 188. So 188 into 12, 188 into 12 equal to 2256 will be the area of the second section. കാരണം അതിൽ തെറ്റിക്കും, അതുകൊണ്ടാണ് ആദ്യം തന്നെ ഏരിയ ചോദിച്ചത്. വേറെ വൈഭാഗം ചോദിക്കാതെ ആദ്യം തന്നെ ഏരിയ ചോദിക്കാതാണ് കാരണം. അപ്പോൾ അവർ ഏരിയ ഓഫ് ദി സെക്കൻഡ് സെക്ഷൻ is equal to 18 into 12. So it will be 2256. Okay. In the first section, x bar, number 1 in the x bar. X bar is the distance from the y axis to the center of the first section. Number 1 mark the section the center like from the y axis at the eigen distance. Number 1 mark the section. That is number section ആണ്. അപ്പോൾ അതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യും? റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിൾ എങ്ങനെ 150 മിഡിലായിരിക്കും, അതേപോലെ തന്നെ 12 മിഡിലായിരിക്കും. This is our section. So what will be this distance? ഇതാണ് അവർ x bar എന്ന് ചോദിച്ചിരിക്കുന്നത്. എത്രയായിരിക്കും? 150 മിഡിൽ അല്ലേ? So this will be 75. This will be 75. അപ്പോൾ x barന്റെ വാല്യൂ നമ്മൾ 75 എന്ന് എഴുതി. Okay. Then what is the value of y bar? What is the value of y bar? Y bar is the distance from the x axis to the center of the first section. Simple. എല്ലാവരും ഭയങ്കര വേഗത്തിൽ ആൻസർ പറയുന്നത് വെരി ഗുഡ് ആണ്, വളരെ ഗുഡ്. So y bar will be marked as 6. വളരെ ഈസി ആയിട്ട് മാർക്ക് ചെയ്തു. So we'll be moving to our second section. What is the value of x bar? Second section center like. So second section total height എത്രയാ? 188. 188 ന്റെ പകുതി. 188 ന്റെ പകുതി ആയിരിക്കും എത്രയും ഡിസ്റ്റൻസ്? 188 ന്റെ ഹാഫ്. 188 ന്റെ ഹാഫ് എത്ര വരും? 188 divided by 2 ചെയ്യുമ്പോൾ we'll get 94. അപ്പോൾ ഇതിന്റെ പകുതി വരെ 94 ആണ്. So 94 is the distance to the center from this edge. ഈ എഡ്ജിൽ നിന്ന് 94 ആണ്. ഓക്കെ, നമുക്ക് എന്താ ആവശ്യം? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് x bar? അതായത് ഒന്നിന് വരയ്ക്കാം 94. ഓക്കെ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് x bar? X bar is the distance to the center of the section from the y axis. ഇതിന്റെ സെന്റർ എവിടെയാ? കറക്റ്റ് 12ന്റെ സെന്ററിലായിരിക്കും എടുക്കുന്നവ. x barന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? x bar is the distance from the y-axis. X bar is the distance from the y-axis. So x bar is given as 6. Then y-axis. Y-axis നിന്ന് ഈ 12ന്റെ സെന്ററിലേക്ക്, that is 6. Y bar എന്ന് പറയുന്നത് from the x-axis to this center. നമുക്കറിയാം ഇതുവരെ 94 ആണ്, and this distance is 12. So 94 plus 12 gives the value of y bar. Y bar is given by 94 plus 12. 94 എവിടെ നിന്ന് കിട്ടി? നമ്മുടെ സെക്കൻഡ് സെക്ഷന്റെ കറക്റ്റ് മിഡ് പോയിന്റ് ഡിസ്റ്റൻസ് ആണ് 94. എവിടുന്ന്? അതിന്റെ ഒരു എൻഡിൽ നിന്ന്. ബട്ട് അതിന്റെ എൻഡ് എവിടെ എടുക്കുന്നത്? ഇറ്റ് ഈസ് നോട്ട് ടച്ചിങ് ദ റഫറൻസ് ആക്സിസ്. റഫറൻസ് ആക്സിസിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസിലാണ് നമ്മുടെ സെക്ഷന്റെ എൻഡ് വരുന്നത്. സോ ആ ഡിസ്റ്റൻസ് കൂടി നമുക്ക് അതിന്റെ കൂടെ ആഡ് ചെയ്യണം. 12 plus 94 will give us our y barന്റെ വാല്യൂ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 106. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. x ബാറും y ബാറും എഴുതാൻ മാത്രമേ പഠിക്കാറുള്ളൂ. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സോൾവ് ചെയ്യുമ്പോൾ വിൽ ബി റൈറ്റിംഗ് ദിസ് ആൻസർ. നമുക്ക് x
ബാറിന്റെ വാല്യൂ y ബാറിന്റെ വാല്യൂ x ബാർ മാത്രമായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് y ബാറിന്റെ വാല്യൂ സോ y ബാറിന്റെ വാല്യൂ 6 106 x ബാറിന്റെ വാല്യൂ 75 6 ഓക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് 36.62 ആൻഡ് 61.62 എന്നുള്ള ആൻസേഴ്സ് നമുക്ക് കിട്ടും 36.62 ചെയ്താൽ മതി കേട്ടോ 36.62 സമയമുള്ളപ്പോൾ നിങ്ങൾ ഇപ്പോൾ റഫായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സമയം പോലെ 61.62 ഇസ് ദ വാല്യൂ ഓഫ് y ബാർ പ്രശ്നങ്ങളൊന്നുമില്ല ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രശ്നങ്ങളുമില്ല ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആണ് സോ ഹിയർ ഈസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ നമുക്ക് ഒരു 3 സെക്ഷൻസ് വന്നു ഇതിൽ നമുക്കൊരു 3 സെക്ഷൻസ് വന്നു ഒരു മിനിറ്റ് വൺ മിനിറ്റ് പ്രസന്റേഷൻ പോയി ഒരു മിനിറ്റ് ചെറിയൊരു എറർ വന്നതാണ് എററല്ല എൻ്റെ ആൻസർ എനിക്ക് റിമൂവ് ചെയ്തതാണ് ആൻസർ നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ആൻസർ ഇല്ലാതെ ആൻസർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ നമുക്ക് വീണ്ടും ഇതുവരെ ടി സെക്ഷൻ ചെയ്തു എൽ സെക്ഷൻ ചെയ്തു നൗ അവർ നെക്സ്റ്റ് സെക്ഷൻ ഈസ് കോൾഡ് ഐ സെക്ഷൻ ഒരു ഇംഗ്ലീഷ് ലെറ്റർ ഐ ഷേപ്പിലുള്ള സെക്ഷനാണ് ഐ സെക്ഷൻ ഓക്കെ നമുക്ക് step on the first we will be dividing our section into 3 parts and before that we will be locating that axis ചില ക്വസ്റ്റ്യനിലൊക്കെ ഒരു എല്ലാ ക്വസ്റ്റ്യനിലും ഒരു ആക്സിസ് പ്രൊവൈഡ് ചെയ്തിരിക്കും ഇനി ആക്സിസ് തന്നില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളടത്ത് നമുക്ക് ആക്സിസ് വരയ്ക്കാം ഓക്കെ ഇനി നോർമൽ ആക്സിസ് വരയ്ക്കുന്നതിന് പ്രൊസീജിയർ ഒക്കെ ഉണ്ട് ഒന്നെങ്കിൽ നമ്മൾ ആക്സിസുകൾ ഈ കറക്റ്റ് ഒബ്ജക്റ്റിന്റെ ആണെങ്കിൽ ഒബ്ജക്റ്റ് കറക്റ്റ് ആയിട്ട് ഒരു y ആക്സിസ് ഇവിടെ ആയിരിക്കും അല്ലെങ്കിൽ x ആക്സിസ് ഇങ്ങനെ ഒരു ആക്സിസ് കറക്റ്റ് ഒരു ആക്സിസ് ആ ഒബ്ജക്റ്റിന്റെ ബോട്ടം ലെഫ്റ്റ് കോർണറിൽ വരയ്ക്കണ പോലെ വരയ്ക്കും നോർമൽ ക്വസ്റ്റ്യൻസിലെല്ലാം ആക്സിസുകൾ പ്രൊവൈഡ് ചെയ്യും നിങ്ങൾ ഇതുപോലെ ബോട്ടം ലെഫ്റ്റ് കോർണറിൽ വരണ പോലെ വരയ്ക്കും ഓക്കെ ഇതിലെ ഒരു ബോട്ടം ലെഫ്റ്റ് കോർണറിൽ നിന്ന് സെന്ററിലേക്ക് മൂവ് ചെയ്യാൻ കാരണം ഇതൊരു സിമെട്രിക് സെക്ഷൻ ആയതുകൊണ്ടാണ് സിമെട്രിക് സെക്ഷൻ ആയതുകൊണ്ടാണ് ഇതിന്റെ സെന്ററോയിഡ് അവർ മീൻസ് y ആക്സിസ് അവർ കറക്റ്റ് സെന്ററിൽ വരയ്ക്കാൻ കാരണം ഓക്കെ അപ്പൊ നോർമൽ ഒരു ക്വസ്റ്റ്യനിൽ ആക്സിസ് തന്നില്ലെങ്കിൽ ബോട്ടം ലെഫ്റ്റ് കോർണറിൽ വരയ്ക്കാം ബോട്ടം ലെഫ്റ്റ് കോർണറിൽ ആക്സിസ് വരുന്ന മോഡൽ വരയ്ക്കാം മിക്കവാറും എല്ലാ ക്വസ്റ്റ്യനിലും ആക്സിസ് തരും അതുകൊണ്ട് നമ്മൾ അതിനെ പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം ഓക്കെ സോ നമ്മുടെ സ്റ്റെപ്പ് എന്താ സോ വിൽ ബി റൈറ്റിംഗ് നമ്മൾ സീരിയൽ നമ്പറുകൾ എഴുതും സീരിയൽ നമ്പർ ഫസ്റ്റ് വൺ സീരിയൽ നമ്പർ ആൻഡ് സെക്കൻഡ് വൺ ഏരിയ ആൻഡ് തേർഡ് വൺ എക്സ് ബാർ ഫോർത്ത് വൺ y ബാർ ഓക്കെ അപ്പോൾ നമ്മൾ വാല്യൂസ് എല്ലാം എഴുതി കോളംസ് ഡിവൈഡ് ചെയ്തു number 1 this is our number 1 and this is our number 2 this is our number 3 serial number 1 first section ന്റെ ഏരിയ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും പറയാൻ പറ്റും ഫസ്റ്റ് സെക്ഷന്റെ ഏരിയ ഭയങ്കര സ്പീഡിൽ ആൻസർ ഇറ്റ് ഈസ് 200 into 20 it is 2000 100 into 20 is equal to 2000 ഞാൻ ആർക്കെങ്കിലും മിസ്സിങ്ങുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടിൽ വെച്ച് ചാറ്റിലോ അല്ലെങ്കിൽ വോയിസ് ഓൺ ചെയ്തൊക്കെ പറഞ്ഞാൽ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ല കാരണം ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സെൻട്രോയിഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇത് നന്നായി മനസ്സിലായാൽ മാത്രമേ നമ്മൾ കോംപ്ലക്സ് ഷേപ്പിൽ വരുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാണ്ട് മനസ്സിലാവുള്ളൂ അപ്പം നമ്മൾ ഇതിലെല്ലാം ചെയ്തെല്ലാം റെക്ടാങ്കിളുകൾ മാത്രം വരുന്നതാണ് നമുക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ റെക്ടാങ്കിളും ട്രയാങ്കിളും സെമി സർക്കിളും ഉള്ള കമ്പൈൻ ആയിട്ടുള്ള സാധനങ്ങളാണ് എക്സാമിനോട് ചോദിക്കുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് സെക്ഷന്റെ എക്സ് ബാർ ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ y ആക്സിസ് എക്സ് ബാറിന്റെ വാല്യൂ 0 ആണ് ഇത് ഫസ്റ്റ് സെക്ഷൻ മാത്രമല്ല ഇതിലെല്ലാ സെക്ഷനിലും എക്സ് ബാറിന്റെ വാല്യൂ 0 ആണ് ദിസ് ഈസ് എൻ ആക്സിസ് സിമെട്രിക് ഒബ്ജക്റ്റ് ഈ ഒബ്ജക്റ്റ് നമുക്ക് വെർട്ടിക്കലായിട്ട് രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഈ ഒബ്ജക്റ്റ് നമുക്ക് വെർട്ടിക്കലായിട്ട് രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും സോ ഇറ്റ് ഈസ് കോൾഡ് ആൻ ആക്സിസ് സിമെട്രിക് ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് എന്ന് പറയാം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ എല്ലാ ഇതിന്റെ എക്സ് ബാറിന്റെ വാല്യൂ നമുക്ക് 0 ആയിട്ട് വേണമെങ്കിൽ എഴുതാം എല്ലാതിന്റെ എക്സ് ബാറിന്റെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ 0 ആയിട്ട് എഴുതാം ഓക്കെ കാരണം അവര് നമ്മൾ വരച്ചിരിക്കുന്ന y ആക്സിസ് അതിന്റെ കറക്റ്റ് സെന്ററിലായതുകൊണ്ട് നമുക്ക് എല്ലാത്തിൻ്റെ എക്സ് ബാറിന്റെ വാല്യൂ 0 ആണ് ആക്സിസ് സിമെട്രിക് അതായത് വെർട്ടിക്കലായിട്ട് നമുക്ക് അതിന് ഈക്വൽ ആയിട്ട് ആക്സിസ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് ഇത് തന്നെ ആക്സിസ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് വരും ഞാൻ കാണിച്ചു തരാം ആക്സിസ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ഇതൊരു സെമി സർക്കിൾ ആണ് ഈ സെമി സർക്കിൾ ആണ് ആക്സിസ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആണ് ആക്സിസ് സിമെട്രിക് വിത്ത്
Along the x-axis ഇതിന് രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആക്സിസ് വരയ്ക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. x വരയ്ക്കും ഇങ്ങനെ വരയ്ക്കാം. x-axis y axis. ഓക്കെ, നമുക്ക് y ബാറിന്റെ വാല്യൂ മാത്രം x ബാറിന്റെ വാല്യൂ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസുകൾ മാത്രം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. x വരയ്ക്കണ്ട, അതുപോലെ ആക്സിസ് സിമെട്രിക് എന്താണെന്ന് നോക്കാം. ഇനി y ബാറിന്റെ വാല്യൂ ഫസ്റ്റ് സെക്ഷന്റെ സെന്ററിലേക്ക് ഫ്രം ദ x ആക്സിസിൽ നിന്ന് ഫസ്റ്റ് സെക്ഷൻ സെന്ററിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? This is 30, this is 100 plus ഫസ്റ്റ് സെക്ഷന്റെ പകുതി. ഫസ്റ്റ് സെക്ഷൻ എത്രയാ? 20 പകുതി. അപ്പോൾ 30 plus 100 plus 10, 140 will be the value of y bar. 30 plus 100 plus 10 is equal to 140 will be the value of y bar. Okay, 140 will be the value of y bar. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി സെക്കൻഡ് സെക്ഷൻ എടുത്തു. അഗെയിൻ എത്ര ഏരിയ? എല്ലാത്തിനും ഏരിയ 100 into 20 ആണ്. സോ ഒരു പ്രശ്നമില്ല. 100 into 20 തന്നെയാണ്. വലിയ ഡയമെൻഷൻ വേരിയേഷൻ വന്നിട്ടില്ല. 2000 തന്നെയാണ്. എക്സ് ബാറിന്റെ വാല്യൂ 0 ആണ്. y ബാറിന്റെ വാല്യൂ എന്താ? ഇതിന്റെ സെന്ററിലേക്ക് ടു ദിസ് പോയിന്റ്, ഈ പോയിന്റിലേക്ക് ഫ്രം ദ എക്സ് ആക്സിസ് എത്ര ഡിസ്റ്റൻസ്? ദിസ് ഇസ് ദ വാല്യൂ ഓഫ് y2. നമ്മൾ y2 എന്നാണ് എഴുതാം. കാരണം സെക്കൻഡ് സെക്ഷൻ ഫസ്റ്റ് വൺ y1 എഴുതി, സെക്കൻഡ് സെക്ഷൻ y2 എഴുതി. എത്രയായിരിക്കും? 100ന്റെ പകുതി 50 ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് 50 ആയിരിക്കും. This distance will be 50 and we have to add the height also. The x axis നിന്ന് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഡിസ്റ്റൻസ്, അതായത് 30 കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്യണം. So our y bar will be 30 plus 50 is equal to 80. Okay, 80 അല്ലേ? ഇതെല്ലാവരും സ്പീഡായി. ഇനി പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ട്രയാങ്കിൾ മാറ്റിയെടുത്ത് റെക്ടാങ്കിൾ മാറ്റി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ട്രയാങ്കിൾ പഠിക്കാം. അപ്പോൾ തേർഡ് ഞാൻ വളരെ സ്പീഡിൽ പറയാം. 100 into 20 അല്ല, അതിന്റെ ഡയമെൻഷൻസ് മാറി. തേർഡിന്റെ ഏരിയ എത്രയാ? 150 is the length and height is 30. 150 into 30, 150 into 30, so it is equal to 4500. 4500 is the area. And y bar is the to the center from the base in centerലേക്ക്. Total height 30 ആണ്. 30 നേരെ പകുതി. 15 is the value of y3. y3 ന്റെ വാല്യൂ എത്രയാ? 15 is the value of y3. നമുക്ക് സിമ്പിൾ ആയിട്ട് y ബാറിന്റെ വാല്യൂ എഴുതാം. a1 y1 plus a2 y2 plus a3 y3 divided by a1 plus a2 plus a3 divided by total area ആണ് ഉദ്ദേശിക്കുന്നത്. This is equal to a1 plus a2 plus a3 ആണ്. This is equal to a1 plus a2 plus a3 ആണ്. So we'll get the value of y bar as 59.7. ഇതും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് റെക്ടാങ്കിൾ ആൻഡ് ട്രയാങ്കിൾ. അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പൊ ഇതും കൂടി നല്ല ഭംഗിയായിട്ട് ഒരു മിസ്റ്റേക്ക് ഇല്ലാണ്ട് പറയാൻ പറ്റിയാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു സെൻട്രോയിഡിന്റെ ഒരു 70% അല്ലെങ്കിൽ 80% നിങ്ങളുടെ കഴിഞ്ഞു എന്ന് പറയാം. ഇതും ഒരു മിസ്റ്റേക്ക് ഇല്ലാണ്ട് നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റിയാൽ ഒരു സെൻട്രോയിഡിന്റെ 80% നമുക്ക് കഴിഞ്ഞു. പിന്നെ ഒരു സെമി സർക്കിൾ കൂടി വരണമല്ലോ. ട്രയാങ്കിൾ സെമി സർക്കിൾ മാത്രം എത്ര കോമ്പിനേഷൻ ആയിട്ട് വരുള്ളൂ. അതിന് കൂടുതലൊന്നും എന്തെങ്കിലും ചോദിക്കാറില്ല. സോ ഫസ്റ്റ് നമ്മൾ എന്താ എഴുതാം? ടാബ്ലോ കോളം ക്രിയേറ്റ് ചെയ്യണം. സോ വിൽ ബി ഫസ്റ്റ് സീരിയൽ നമ്പർ and area and x bar, y bar. Okay, നമുക്ക് ആവശ്യമുള്ള സെക്ഷൻസ് ഒക്കെ. ഇനി സീരിയൽ നമ്പർ 1 നമ്മൾ ആദ്യം x ആക്സിസും y ആക്സിസും നോക്കി. ഹിയർ ദേ ഹാവ് മാർക്ക് ദ y ആക്സിസ്, ഹിയർ ദേ ഹാവ് മാർക്ക് ദ x ആക്സിസ്. x ആക്സിസും y ആക്സിസും ഭംഗിയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് അതിന്റെ സെക്ഷൻസ് നമ്പർ 1 2 3 അവർ ക്വസ്റ്റ്യൻ ഒരിക്കലും ഇങ്ങനെ A1 G1 ഒക്കെ ഇതുണ്ടായിരിക്കില്ല കേട്ടോ. ഒരു ജസ്റ്റ് ഡയമെൻഷൻസ് മാത്രമാണ് ഉണ്ടാവുള്ളൂ. നമ്മളാണ് അതിന് പേര് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇതിന് 1 എന്ന് പേര് കൊടുത്തു, ഇതിന് 2 എന്ന് പേര് കൊടുത്തു, ഇതിന് 3 എന്ന് പേര് കൊടുത്തു, ഇതിന് 4 എന്ന് പേര് കൊടുത്തു. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഷേപ്പിനെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഷേപ്പുകളായി ഡിവൈഡ് ചെയ്യാൻ പറ്റണം. തന്നിരിക്കുന്ന ഷേപ്പിനെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഷേപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ ഇതിൽ നിന്ന് ഇതൊരു 2 റെക്ടാങ്കിളും 2 ട്രയാങ്കിളിന്റെയും കോമ്പിനേഷൻ നമുക്ക് മനസ്സിലാവണം. ഇതേപോലത്തെ ഡോട്ടർ ലൈൻസ് അവർ തന്നിട്ടുണ്ടായിരിക്കില്ല. ഇതേപോലത്തെ ഡോട്ടർ ലൈൻസ് അവർ
തന്നിട്ടുണ്ടായിരിക്കില്ല. സോ നമ്മൾ തന്നെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ തന്നെ അതിന് പേര് കൊടുക്കണം. 1, 2, 3 എന്നൊക്കെ പേര് കൊടുക്കണം. ഒരിക്കലും നിങ്ങൾ A1, G1, A2, G2 അങ്ങനെ വാല്യൂസ് ഒരിക്കലും അതിന് തന്നിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, ഒരു ഷേപ്പും തരും, അതിന്റെ പുറത്തുള്ള ഡയമെൻഷൻസ് മാത്രം തന്നിട്ടുണ്ടായിരിക്കുള്ളൂ. അത് വെച്ചിട്ട് വി ഹാവ് ടു ഡിവൈഡ് അവർ സെക്ഷൻ ഇൻടു, നമുക്ക് ഫെമിലിയർ ആയിട്ട് സെക്ഷൻസ് ആയി ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് അതിന്റെ എക്സ് ബാർ വൈ ബാർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ എക്സ് ബാർ വൈ ബാർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് 4 സെക്ഷനായി ഡിവൈഡ് ചെയ്തു. നമ്പർ 1, 2, 3, 4 4 സെക്ഷൻസായി ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് സെക്ഷൻ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ ഇക്വേഷൻ ഹാഫ് BH ആണ്. എത്രയായിരിക്കും നമുക്ക് ഏരിയ വരിക? ഹാഫിന്റെ എത്രയാണ് ബേസ് വരുന്നത്? ബേസ് ട്രയാങ്കിളിന്റെ ബേസ് 2 ആണ്. ഹൈറ്റ് എത്രയാണ്? ട്രയാങ്കിളിന്റെ ഹൈറ്റ് 6 ആണ് കൊടുത്തേക്കണം. ബേസ് 2, 6, height 6 ആണ്. So our area of the triangle is equal to half BH. So equal to half into base 2 into 6 is equal to 6 is the area of our first section. Okay. In x bar is the distance from the y axis to the center of the first section. Distance from the y-axis to the center of the first section. Triangle എങ്ങനെയാ പറഞ്ഞാൽ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ നമ്മൾ ട്രയാങ്കിൾ വരച്ചിട്ട് 90 ഡിഗ്രി സൈഡിൽ നിന്ന് 1/3 ഡിസ്റ്റൻസ് 1/3h, അക്യൂട്ട് ആംഗിൾ വരുന്ന സൈഡിൽ നിന്ന് 2/3h. നമ്മുടെ ഇതില് ഏത് സൈഡിൽ നിന്നാണ്? 90 ഡിഗ്രി സൈഡിൽ നിന്നാണോ അക്യൂട്ട് ആംഗിൾ വരുന്ന സൈഡിൽ നിന്നാണോ? ദിസ് ഈസ് 90 ഡിഗ്രി സൈഡിൽ നിന്ന് ഇവിടെ വരുന്നത്. ഈ ഡിസ്റ്റൻസ് അല്ല നമുക്ക് ആവശ്യമുള്ളത് ഈ ഡിസ്റ്റൻസ് ആണ്. ആവശ്യമുള്ള ഏതാ? ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ആവശ്യം. നമുക്ക് this will be 2/3 base, 2/3 of base. ബേസിന്റെ 2/3 ആയിരിക്കും ആ വാല്യൂ. ബേസ് എത്രയാ? ബേസിന്റെ വാല്യൂ 2 ആണ്. So it will be 4/3. 4/3 will be our value of x bar. 4/3 will be our value of x bar. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചെങ്കിൽ പറയാം. 4/3 will be our value of x bar. 4/3 എഴുതുന്നില്ല. 4/3 എങ്ങനെ കിട്ടിയത്? Equal to 2/3 into 2 ചെയ്തപ്പോഴാണ് നമുക്ക് 4/3 കിട്ടിയത് കേട്ടോ. 2/3b, 2/3 of base എത്രയാ? 2 ആണ്. 2/3b കിട്ടിയപ്പോഴാണ് നമുക്ക് 4/3 കിട്ടിയത്. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഇനി വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് y bar? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് y bar? y bar എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഫ്രം ദ ബേസ് ഇവിടെ ഡിസ്റ്റൻസ്. അപ്പൊ നമുക്കറിയാം 90 ഡിഗ്രി സൈഡിൽ നിന്ന് h/3യിലായിരിക്കും നമ്മൾ ഒബ്ജക്റ്റ് ചെയ്യുക. ഇവിടെ അക്യൂട്ട് ആംഗിൾ നിന്ന് 2/3h. നമുക്ക് ഏതാ? h/3 ആണ് ആവശ്യം. അപ്പൊ y ബാറിന്റെ വാല്യൂ is equal to h/3. h എത്രയാ? ഹൈറ്റ് എത്രയാ? ഹൈറ്റ് 6 ആണ്. So it is 6/3 it will be equal to 2. So our value of y bar is equal to 2. Okay. And the second section is a rectangle. ഭയങ്കര സിമ്പിൾ ആയി. റെക്ടാംഗിൾ എല്ലാവരും പെട്ടെന്ന് പറയും. So rectangle area എത്രയാ? 2 into height എത്രയാ? rectangle height 2 into 7.5. 2 into 7.5 is equal to 15 is our area of the rectangle. 315 ആണ്. നമുക്ക് തെറ്റിദ്ധരിച്ചായിരിക്കും. ഓക്കെ, x bar ന്റെ വാല്യൂ. What is the distance to the center of this rectangle from the y-axis? Distance to the center of this rectangle, that is equal to x2. Distance to the center of this rectangle. അതായത് ഇത്രയും ഡിസ്റ്റൻസ് 2 മീറ്റർ ആണ്. ടോട്ടൽ റെക്ടാംഗിൾ വിഡ്ത്ത് 2 മീറ്റർ. അതിന്റെ പകുതി 1. 2 plus 1 will be 3 will be the value of x bar. Okay, what is the value of y bar? Total rectangle height ന്റെ നേരെ പകുതി. Total rectangle height എത്രയാ? 7.5. 7.5 ന്റെ പകുതി 7.5 divided by 2 equal to 3.75 will be the value of y bar. 3.75 will be the value of y bar. നമുക്ക് ഇതിലെല്ലാം യൂണിറ്റുകൾ തന്നിട്ടുണ്ട്. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. അവസാനം യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ഓക്കെ, യൂണിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിലും അവസാനം യൂണിറ്റ് എഴുതാൻ മറക്കരുത്. Our third section against a triangle. Third section വന്നപ്പോൾ triangle ആയി. Triangle third sectionന്റെ ഏരിയ ഹാഫ് BH. ബേസ് എത്രയാ നോക്കാം. ഫിഗർ നോക്കാം. ബേസ് 3 ആണ്. ഹൈറ്റ് എത്രയാ? ഹൈറ്റ് ഫിഗർ നോക്കാം. ഹൈറ്റ് is equal to 5 ആണ്. ബേസ് 3 ആണ്. ഹൈറ്റ് 5 ആണ്. So I will be writing half base into height. So it is equal to 7.5. Half into base into height, it is equal to 7.5. It is the area of our third section. Half BH. Triangle area equation half BH. Base 3 meter ആണ്. Height 5 meter ആണ്. So it is 7.5 meter square is the area of the triangle. What is the value of x?
bar. X bar is the distance from the y-axis. അതായത് y-axis നിന്നും to the center of the triangle. Okay, അപ്പോൾ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾ സിമ്പിൾ ആയിട്ട് എടുത്ത് ആഡ് ചെയ്യും. ഈ ഡിസ്റ്റൻസ് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുക എത്രയാണ്? 2 + 2 this is equal to 4 meter ആണ്. ഇത്രയും ഭാഗം this will be base by 3, b by 3. Base എത്രയാണ്? 3 by 3. So it will be 4 + 1 will be 5 will be the answer for the triangle. അതായത് ട്രയാങ്കിളിന്റെ 90 ഡിഗ്രി സൈഡിൽ നിന്ന് b by 3, acute angle വരുന്ന സൈഡിൽ നിന്ന് 2 by 3 into b. ഇത് ഇത്രയും ഡിസ്റ്റൻസ് b by 3 ആണ്. ഇതുവരെ എത്രയാണ്? ഇതുവരെ നമുക്ക് 2 + 2 4 ആണ്. സോ എക്സ് ബാറിന്റെ വാല്യൂ 4 + 1. 1 എന്ന് പറയുന്നത് എവിടെ കിട്ടിയത്? 3 by 3. 4 + 3 by 3 is equal to 5 will be the value of x bar. ഇനി y ബാറിന്റെ വാല്യൂ എത്രയായിരിക്കും? y ബാറിന്റെ വാല്യൂ അഗൈൻ നമുക്ക് ഹൈറ്റ് എത്രയാണ്? ദിസ് വിൽ ബി h by 3 ആയിരിക്കും. കാരണം 90 ഡിഗ്രി സൈഡിൽ നിന്ന് ഇറ്റ് h by 3, അതിന്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്യണം. h എത്ര? ഹൈറ്റ് എത്രയാണ്? 5 ആണ്. 5 by 3 + 1. 5 by 3 + 1 will be the value of y bar. 5 by 3 + 1 will be the value of 2.67 ആണ്. Okay, 2.67 is the value of y bar. അപ്പോൾ തേർഡ് സെക്ഷൻ നോക്കി. ഇനി ഫോർത്ത് സെക്ഷൻ എന്താ? റെക്ടാങ്കിൾ ആണ്. ഭയങ്കര സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. റെക്ടാങ്കിൾ ഏരിയ എത്രയാണ്? ഹൈറ്റ് 1 ആണ്. ലെങ്ത് എത്രയാണ്? റെക്ടാങ്കിളിന്റെ ലെങ്ത് ഫിഗറിൽ നോക്കിയിട്ട് പോയാൽ പറയും. റെക്ടാങ്കിളിന്റെ ലെങ്ത് എത്രയാണ്? 4 ആണ്. വെരി ഗുഡ്. ഹൈറ്റ് 1 ആണ്. റെക്ടാങ്കിൾ ലെങ്ത് 4 ആണ്. സോ 1 × 4 = 4 m² ആണ് നമ്മുടെ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ. ഇനി y bar x ബാറിന്റെ വാല്യൂ from the y-axis to the center of the rectangle. This is the value of x4. This is the value of x4. അപ്പോൾ നമ്മൾ ഇതുവരെ 4 + 4 by 2 so equal to 6. 4 + 4 by 2. ഇതിൽ 4 എന്ന് പറയുന്നത് റെക്ടാങ്കിളിന്റെ സ്റ്റാർട്ടിംഗ് വെൽ ഡിസ്റ്റൻസ്. 4 by 2 എന്ന് പറയുന്നത് റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് ഡിവൈഡ് ബൈ 2 = 6. ഇനി ഹൈറ്റ് എത്രയാ? y ബാറിന്റെ വാല്യൂ എത്രയാ? y ബാറിന്റെ വാല്യൂ 0.5. ടോട്ടൽ ഹൈറ്റ് 1 ആണ്. അതിന് നേരെ പകുതി y ബാറിന്റെ വാല്യൂ 0.5. y bar is equal to 1 / 2 is equal to 0.5. അപ്പോൾ എല്ലാ വാല്യൂസ് ആയി. ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് x ബാറും y ബാറും കാൽക്കുലേറ്റ് ചെയ്യണം. x ബാർ a1x1 + a2x2 + a3x3 + a4x4 ഡിവൈഡഡ് ബൈ a1 + a2 + a3 + a4. അതേപോലെ തന്നെ y ബാറും കാൽക്കുലേറ്റ് ചെയ്യണം. x ബാറും y ബാറും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് വേഗം എടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇതെന്താ ചെയ്തത്? ഇതൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. പിന്നെ എക്സ് ബാർ y ബാർ എന്ന് എഴുതി വെച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അറ്റൻഡൻസ് ലിങ്ക് അപ്പോൾ അതിൽ പോസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്ത് പോകും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചോദിക്കാം കേട്ടോ.